മൂർത്തി, മുൻപൊരിക്കൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അമൃതാനന്ദമയ്യോ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ 14-ാമത്തെ വയസ്സിലാണ് അമ്മയെ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു. അതെ. അതെങ്ങനെയായിരുന്നു? അത് ഞാൻ കുറച്ചപ്പുറത്ത് കോഴിക്കോട് മെഡിക്കൽ നിർമ്മല ആശുപത്രി എന്നൊരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ ഒരാളെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ ബസ് കൃത്യം ഈ അമ്മയുടെ ആശ്രമം നിൽക്കുന്ന സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു ഭജന, അത് ആ ശബ്ദം ഈ അമ്മ അമ്മ എന്ന് ഉറക്കെ ഇങ്ങനെ വിളിക്കുന്ന ഒരു സ്ത്രീ ശബ്ദം. അപ്പോൾ ആ ശബ്ദം വല്ലാതെ വന്നിട്ട് നമ്മുടെ എന്താ എനിക്കറിയില്ല എന്താണെന്ന്, അതെന്നെ ഇങ്ങ് പിടിച്ചിറക്കി. അവിടെ അമ്മയുടെ അടുത്ത് പോയി അവിടെ വളരെ നേരം ക്യൂവിൽ നിന്നു. അമ്മയെ കണ്ടു. അപ്പോൾ ഈ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ ഈ കാറ്റത്ത് അമ്മയുടെ സാരി ഇങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മ ഈ സാരി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. അപ്പോൾ അറിയാതെ എന്നെ കണ്ണുമായിട്ട് അമ്മയുടെ ദൃഷ്ടി ഉടക്കി. അപ്പോൾ എനിക്ക് എൻ്റെ സോളങ്ങ് പിടിച്ചുകൊണ്ട് പോലെ തോന്നി. എനിക്ക് ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് അതുവരെ എനിക്കറിയില്ല. പണ്ടൊക്കെ എൻ്റെ ചിന്ത എന്തോ എൻ്റെ ഉള്ളിൽ ഇൻട്രിൻസിക് ആയിട്ട് എല്ലാവരും ഇങ്ങനെ അമൃതാനന്ദമയം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ കന്യാകുമാരി എന്ന റിപ്പോർട്ട് അത് എൻ്റെ ഉള്ളിൽ വന്നിട്ട് റിവർബറേറ്റ് ചെയ്യും എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പിന്നീട് ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാടാണ് അമ്മയുടെ അഷ്ടോത്തര ശതനാമം എഴുതി. അതിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, രഥോത്സവജലത് കന്യാകുമാരി മർത്യമൂർത്തയേ നമ. ഓട്ടൂർ എഴുതി വെച്ചു, രഥോത്സവത്തിൽ എഴുന്നള്ളുന്ന കന്യാകുമാരി ദേവിയുടെ മനുഷ്യരൂപത്തിന് നമസ്കാരം. അത് പിന്നീടാണ് ഞാൻ വായിക്കുന്നത്. പക്ഷേ ചെറുപ്പത്തിൽ ഇവരെപ്പറ്റി എവിടെയെങ്കിലും കേട്ടാൽ എൻ്റെ ഉള്ളിൽ അത് കന്യാകുമാരിയാണ് എന്നൊരു ധ്വനി വരും. അപ്പം ഞാൻ അമ്മയെ കാണുമ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഉള്ളിലൊരു എന്നെങ്കിലും ഇവരെ ആരെയും കാണുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ നമുക്കിപ്പം അമിതാഭ് ബച്ചനെ കണ്ടാൽ എന്ത് ചോദിക്കുന്നത്, നമ്മൾ അമിതാഭ് ബച്ചനെ കാണുമോ എന്നുള്ളത് വേറെ ഒരു ചോദ്യം. നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മയെപ്പറ്റി. അത് എനിക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതൊരു വളരെ മോശപ്പെട്ട ചോദ്യമായിരുന്നു. ഒരിക്കലും അത്രയും ഒരു ആത്മീയ ഗുരുവിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ രസം എന്താ വെച്ചാൽ അമ്മ എന്നെ ആദ്യം ആലിംഗനം ചെയ്തു. എന്നിട്ട് എന്നെ നോക്കി. ആ നോട്ടത്തിൽ സത്യം പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറയുന്നതെല്ലാം അവിടെ നിശ്ചലമായി. പിന്നെ എന്നോട് ഇതിൻ്റെ മറുപടി പറഞ്ഞു ചെവിയിൽ. നേരത്തെ ഉദ്ദേശിച്ചിരുന്ന ചോദ്യത്തിൻ്റെ അനാസ്റ്റ് അല്ലേ, ആ ചോദിക്കപ്പെടാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം അതെനിക്ക് വല്ലാതെ ഷോക്കിംഗ് ആയിപ്പോയി. എന്നെ സംബന്ധിച്ച് അതായത് എൻ്റെ ഉള്ളിൽ കരുതുന്നൊരു കാര്യത്തെ മറ്റൊരാൾ അറിയുക എന്നുള്ളത് അതുവരെ എൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ലോക്കറാണെന്നാണ് നമ്മുടെ വിചാരം എല്ലാവരുടെയും. നമ്മുടെ ബ്രെയിനകത്തൊരു ചിന്ത മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. സന്യാസിമാരുടെ കൂടെയാണ് ജീവിച്ചത്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന സന്യാസിയുടെ കൂടെയാണ് ജീവിച്ചത്. എന്നിട്ട് പോലും എനിക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മ അത് പറഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നമ്മൾ ബെയറായ പോലെ പെട്ടെന്ന് നമ്മളെല്ലാ തുണിയും അഴിഞ്ഞു പോയ പോലെ ഒരു വല്ലാത്തൊരു ഫീലിംഗ്, നമ്മളെ എല്ലാവരും തുറച്ച് നോക്കുന്നൊരു ഫീലിംഗ്. ഞാൻ ഒരുപാട് കരഞ്ഞു വിടുന്നു. ആ ഒരു ദൃഷ്ടിയുടെ ശക്തി അതിന് ഇപ്പോഴും 100 കന്മതിലിനെ പൊളിക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു നോക്കും നമുക്കുള്ള സാഹചര്യം പോലും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. വളരെ 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 പിന്നാക്കമായ ഒരു സമുദായത്തിൽ, അല്ലെങ്കിൽ എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇന്നും അവിടേക്ക് എത്തിപ്പെടുക ദുഷ്കരമാണ്. അവിടെ ഇങ്ങനെ ഒരാളുണ്ടാവുക, അതെനിക്ക് അവതാരമാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചിന്തയൊന്നും എനിക്കില്ലാന്ന്. പക്ഷെ ആ ദൃഷ്ടി എൻ്റെ മനസ്സിൽ സാധാരണഗതിയിൽ ഈ ധീവരർക്ക് ഒരു ആത്മീയതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. വ്യാസൻ്റെ പരമ്പരയാണ്. മാത്രമല്ല രാമകൃഷ്ണ പരമഹംസരെ ഈ നിലയിലൊക്കെ ആക്കിയത് ഒരു റാണി രാസമണി. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഈ ധീവരരുടെ പ്രത്യേകത അരയന്മാരെന്നാണല്ലോ പറയുക. ഈ മലയരയൻ, മല ഭരിക്കുന്ന രാജാവ്, നാട്ടരയൻ, നാട് ഭരിക്കുന്ന രാജാവ്. ഇവർ തുറയരയന്മാരാണ്, തുറയുടെ രാജാക്കന്മാരാണ്. അപ്പോൾ അവർക്കൊരു ധർമ്മവും നീതിയും ബോധവും ഓൾറെഡി ഉണ്ട്. അമ്മയുടെ അച്ഛൻ സുഗുണാനന്ദൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള ആളാണ്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ 6 മണിയാകുമ്പോഴേക്ക് 1000 പേര് വന്നിട്ട് വീടിന് മുമ്പിൽ നിന്നിട്ട് തെറി വിളിയാണ്. ഇറക്കി വിട അവളെ. ഇനിയിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയോട് ഒരിക്കലും ചെയ്തുകൂടാത്ത അത്രയും അധമത്വം കാണിച്ച ആളുകളാണ് ആ കാലത്തെ ആ ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ യുക്തിവാദികൾ. ഒരു മനുഷ്യ സ്ത്രീയോട് അത്രയും തെറിയാണ്. ഒരു വീടിന് മുമ്പിൽ വന്നിട്ട് ഈ സുഗുണച്ചൻ ഒരു വാക്കത്തെയും പിടിച്ച് മുമ്പിൽ നിൽക്കും.
അയാളൊരു ധീരനാണ് ശരിക്കും. അത് ഞാൻ കണ്ടിട്ടുള്ള റെയർ ഹ്യൂമൻ ബീയിങ് ആണ്. അതുപോലത്തെ എന്താ പറയുക, ഗട്ട്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ നട്ടൽ. പണ്ട് ആ പ്രദേശത്താണ് PK ശിവദേവ് പോയിട്ട് രാമായണം തുപ്പൽ കോളാമ്പിയാണെന്ന് പ്രസംഗിച്ചത്. അവിടെയാണ് അമ്മയെ പോലെ ഒരാൾ ഉയർന്നു വന്നത്. അത് പ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞ മഹാത്മാവ്, ഒരുപക്ഷെ അങ്ങ് കേട്ടിരിക്കും. പ്രഭാകര സിദ്ധയോഗി എന്നൊരു മഹാത്മാവ് എന്നോട് ഈ കഥ നേരിട്ട് പറഞ്ഞത് നമ്മുടെ നടൻ മോഹൻലാലിൻ്റെ അമ്മാവനാണ്, ഗോപിനാഥൻ നായർ. അദ്ദേഹം ഗോപി സാറ് പറഞ്ഞത്, ഗോപി സാർ അവിടെ ആലപ്പുഴയിലെ ഗ്രാമീണ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം സിദ്ധയോഗി കയറി വന്നിട്ട്, എടാ ഗോപി, പുള്ളിക്ക് നിയമമൊന്നുമില്ലോ, എടാ ഗോപി എന്ന് വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം എണീറ്റ് വന്നു, നീ പറയകടവ് പോയിട്ടുണ്ടോ? പറയകടവ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അമ്മ ജനിച്ച സ്ഥലം. ഇല്ല, അവിടെ പോകണം, അവിടെ ഒരു ബാലഭദ്ര പൊട്ടി മുളച്ചിട്ടുണ്ടെന്ന് പറയും. അതാ വാക്ക്. എടാ നീ പറയകടവിൽ പോകണം, അവിടെ ഒരു ബാലഭദ്ര പൊട്ടി മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതിൽ. സിദ്ധയോഗിയുടെ വലിയ ഭക്തനാണ്, മന്ത്രോപദേശമുള്ള ആളാണ്, യോഗ ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ഗോപിനാഥൻ സാറിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും യഥാർത്ഥത്തിൽ യോഗാഭ്യാസവും പ്രാണായാമവും ചെയ്തിട്ടുണ്ടാവുന്ന ഒരു തലം, ഉയർന്നൊരു തലം. അത് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്, അദ്ദേഹം കണ്ടാലറിയാം. സിദ്ധയോഗി പറഞ്ഞതല്ലെന്ന് ഓർത്തൊരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇദ്ദേഹം വള്ളിക്കാവിലേക്ക് പോയപ്പോൾ ഒന്നുമില്ല, തൊണ്ടഴുകി നാറുന്ന മണം, ഈ തൊണ്ട് തല്ലുന്ന ആളുകളാണല്ലോ അധികം അവിടെ. ഒരു ആശ്രമത്തിൻ്റെ ആയിട്ട് ഒരു അന്തരീക്ഷമില്ല. അപ്പോൾ ഇദ്ദേഹം പോയപ്പോൾ അവിടെ കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ പെൺകുട്ടി, അമ്മയുടെ ഒരു പ്രത്യേകത, അമ്മയ്ക്ക് 30 വയസ്സുള്ളപ്പോൾ കണ്ടാൽ ഒരു 15 വയസ്സേ തോന്നുള്ളൂ. കൃഷഗാത്രയായിരുന്നു ആ സമയത്ത്. വളരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് മുടിയുണ്ട്. അതാണ് ആകെ ഒരു ആകർഷണമായിട്ട് തോന്നുന്നത്. നല്ലോണം എണ്ണ കറുപ്പാണ്. ഇദ്ദേഹത്തെ കണ്ട ഉടനെ മോൻ എപ്പോൾ വന്നു? മോനെന്ന് വിളിച്ച് ഇദ്ദേഹത്തിന് തൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അമ്മയേക്കാൾ പ്രായമുള്ള, ഇപ്പോൾ 87 വയസ്സുവരെയുണ്ട്. ആ വീട്ടിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവിടെ വരില്ല തിരിച്ചു പോയപ്പോൾ പിന്നെയും സിദ്ധയോഗി പിടിച്ചു. അടുത്ത ആഴ്ച പോയോടാന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ തുള്ളലാണെന്ന് പറഞ്ഞു. തുള്ളലെന്ന് പറഞ്ഞാൽ ആ കാലത്തൊക്കെ അവിടെ ബാധ കയറുന്ന പോലെ ചില ദേവതകൾ, അതാണ് തുള്ളലാണ്, അതൊന്നും ഒരു കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒന്ന് പിടിച്ചു കൊണ്ടുപോയി സിദ്ധയോഗി. കൊണ്ടുപോയപ്പോൾ ഇവർ അവിടെ വള്ളിക്കാവിലെത്തിയപ്പോൾ അമ്മയുടെ വീടിൻ്റെ ഇപ്പുറത്തൊരു വീട്, പഴയ വീട്, ആ വീടിൻ്റെ കയറി ചെന്നു സിദ്ധയോഗി. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഇവിടെയല്ല അവിടെയാണെന്ന് പറഞ്ഞു. എടാ എനിക്ക് അറിയാവിടാന്ന് പറഞ്ഞു, ഇവിടെ വന്നു പറഞ്ഞു, ഇവിടെ നമസ്കരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ നമസ്കരിച്ചപ്പോൾ പറയുകയാണ്, എന്നോടൊപ്പം 700 വർഷം മുമ്പ് ഇവിടെ വന്ന ഒരു കാളി ഉപാസകൻ്റെ സമാധി സ്ഥാനമാണിത്. ഇവിടെ തൻ്റെ ഇഷ്ടദേവത അവതരിക്കണമെന്ന് ചിന്തിച്ച് ആണ് അയാൾ സമാധിയായത്. അവിടെ നമ്മൾ ആ പ്രഭാകര സിദ്ധയോഗിയെ പറ്റി പറയണം. ഞാനിത് കുറച്ച് നേരമായിട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ മരണം ഇല്ലാത്ത ഒരാളാണ് എന്നാണ്. അതായത് എ പ്രൂഫ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഓൺ ദിസ് മോർട്ടൽ പ്ലാനറ്റ്. അതായത് ഓരോ യുഗത്തിലും ജനിക്കുന്ന ഒരാളാണ് പ്രഭാകര സിദ്ധയോഗി. അതായത് നമ്മുടെ എന്താ പറയുക, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് റിന്യൂ ചെയ്യും. അദ്ദേഹത്തിൻ്റെ പല മരണ വാർത്തകളും പത്രത്തിൽ തന്നെ വന്നിട്ടുമൊക്കെ ഉണ്ട്. മുക്കുവന്മാർക്ക് വലയിൽ കിട്ടിയെന്ന് പറയും. ഈ അടുത്ത കാലത്ത് ഏറ്റവും അവസാനം മരിച്ചത് തിരുനെൽവേലിയിൽ ആണെന്നും പറഞ്ഞു മനോരമയിൽ വാർത്ത വന്നു. ശരിക്കും അദ്ദേഹം ഒരു കേരള ബ്രാഹ്മണനാണ്. അതായത് കേരളത്തിലെ ഒരു ഇല്ലത്തെ നമ്പൂതിരിയാണ്. പക്ഷേ സിദ്ധയോഗിയെ പറ്റി എന്നോട് ഗോപിനാഥൻ സാറ് പറഞ്ഞത്, അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പൂർണ്ണ ജീവൻ മുക്തനാണ്, ശിവാവതാരമാണെന്നൊക്കെയുള്ള സൂചനകൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സർവജ്ഞാനിയാണ്. പക്ഷെ എന്താണ്, ഈ സോഷ്യൽ നോംസിനോട് ഒട്ടും ഓഷോ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അമൃതാനന്ദമയുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ 700 കൊല്ലം മുമ്പ് ഇവിടെ വന്ന ഒരാൾ ഇവിടെയാണ് സമാധിയായത്, കടൽ തീരത്ത്, ആ വീടിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അയാൾ ധ്യാനിച്ചു, എൻ്റെ ഇഷ്ടമൂർത്തി ഇവിടെ വന്ന് അവതരിക്കണം. അങ്ങനെയാണ് അമ്മയോട്. അപ്പോൾ ഇവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിദ്ധയോഗി പെട്ടെന്ന് അവിടെ ചുമരിൻ്റെ ഈ തിണ്ണയുടെ മേലെ കയറി കിടന്നു, ചത്ത പോലെ കിടന്നു. അമ്മ എന്തോ മറന്നു വെച്ചവർ ഓടി വരുന്നു. അമ്മ അന്ന് പാവാടയും ബ്ലൗസുമാണ്. ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ കുലുക്കി അച്ഛാ എന്ന് വിളിച്ച് വിളിക്കുന്നു ഇദ്ദേഹത്തിന്. സിദ്ധയോഗി എഴുന്നേറ്റ് അവർ തമ്മിൽ എന്തോ തമിഴിനോട് സാദൃശ്യമുള്ള ഏതോ ഒരു ഭാഷയിൽ സംസാരിക്കും. ഗോപിനാഥൻ സാറിനൊന്നും മനസ്സിലാവുന്നില്ല. അത് ഈ ചിന്മയാനന്ദന് 2 വയസ്സുള്ളപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഇവിടെ എറണാകുളത്ത് ചിന്മയാനന്ദൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ 2 വയസ്സുള്ള കുട്ടിയോട് ഏതോ ഒരു കോഡ് ഭാഷയിൽ സംസാരിക്കുന്നത് അമ്മ മങ്കു കേട്ടതായിട്ട് പറയുന്നുണ്ട്. നീ എന്ത് ഭാഷയിലാ അങ്ങ് സംസാരിച്ചത്, അത് അവന് മനസ്സിലാവും. അതുപോലെ ഒരു സംഭവമാണിത്. ചെന്തമിഴോ നമുക്കറിയില്ല, കൊടുന്തമിഴോ നമുക്കറിയില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഗോപിനാഥൻ സാറിനൊന്നും മനസ്സിലാവുന്നില്ല. കുറേ നേരം അവർ സംസാരിച്ചിട്ട് അമ്മ നേരെ ഗോപിച്ചേട്ടൻ അടുത്ത് പോയി, എന്നിട്ട് ചെവിയിൽ പിടിച്ചു, എന്നിട്ട് ചോദിച്ചു ആഗമം പുരിഞ്ചിതാ കൊമ്പാന്ന് തമിഴിൽ. രണ്ടർത്ഥമുണ്ട് അതിന്. ആഗമം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രം. അത് വല്ലതും നമുക്ക് അറിയാമോ? വരവ് മനസ്സിലാകുന്നു. എന്നിട്ട് ഗോപിച്ചേട്ടൻ്റെ കൈ അമ്മയുടെ കയ്യിൽ ചേർത്ത് വെച്ചിട്ട് ഇനി അമ്മ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ആ പോക്കിൽ സമാധി ആയിരുന്ന പിന്നെയും പുള്ളി തിരിച്ച് വന്നിട്ടുണ്ടാവും. അത് അവരുടെ ലീല. എ പ്രൂഫ് ഓഫ് ഇമോർട്ടാലിറ്റി ഓൺ ദിസ് മോർട്ടൽ പ്ലാനറ്റ്. ഈ ഒരു മരണമുള്ള ഭൂമിയുടെ മേലെ മരണമില്ലാത്ത ഒരാൾ. ചുടലക്കളത്തിൽ ശിവൻ നൃത്തം ചെയ്യുന്ന പോലെ എല്ലാറ്റിനും മരണമുള്ളത് ഇയാൾ ജീവിച്ചിരിക്കുന്നു. അത്ഭുതമാണ് ശരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു മറിച്ചുള്ള പ്രചരണങ്ങളുണ്ട്. അമ്മയുടെ ഗുരുവാണ് സിദ്ധയോഗി എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഗോപി സാറിനോട് ഞാൻ ചോദിച്ചത്, അങ്ങനെ വല്ലതും ഉണ്ടോ. ഒരിക്കലുമില്ല. അമ്മയെ അദ്ദേഹം ഇങ്ങനെ വലം ചുറ്റുമായിരുന്നു. അമ്മയുടെ ദർശനത്തിന് ക്യൂ നിൽക്കുമായിരുന്നു അന്ന് കളരിയിൽ വന്നിട്ട് ആളുകളുടെ ഇടയിൽ. അത് വീഡിയോ ഉണ്ട്. മാത്രമല്ല അമ്മയുടെ അച്ഛൻ സുഗുണച്ഛൻ അമ്മയെ പേര് വിളിക്കുന്നതോ മോളെ എന്ന് വിളിക്കുന്നതോ ഇഷ്ടമായിരുന്നില്ല. കഠിനമായി ശകാരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മോളൊന്നുമല്ല, അമ്മയാണ്. ശരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത് അമ്മയാണ്, ഇത് അവതാരമാണെന്നൊക്കെ പറഞ്ഞൊരാൾ സിദ്ധയോഗിയാണ്. ബാലഭദ്ര എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായൊരു തമിഴ് കേരള പാരമ്പര്യം. അതായത് മധുരയിൽ നിന്ന് മീനാക്ഷിയുടെ ശക്തിയാണല്ലോ ഇവിടെ വന്ന് കൊടുങ്ങല്ലൂർ വന്നെന്ന് പറയുന്നത്. അന്നത് വെറും ഭദ്രകാളി എന്നാണ് അറിഞ്ഞിരുന്നത്. അഗസ്ത്യർ അതിന് ശേഷം വന്നിട്ട് അതിനെ ശാന്തയാക്കിയെന്നും അതിന് ബാലാമന്ത്രത്തിൻ്റെ ബീജം കൂടി ചേർത്തിട്ട് ബാലഭദ്രയാക്കിയെന്നാണ്. ഈ കൊടുങ്ങല്ലൂർ അമ്മ എന്ന സങ്കല്പമാണ് ശരിക്കും അത് പറയുന്നത്. തന്ത്രത്തിൽ പറയുന്നത്, മന്ത്രം പറയാൻ വയ്യ എങ്കിലും അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംഭാഷണത്തിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ അടുക്കി വെക്കുന്നത്. അപ്പം മറ്റൊരാൾ അതിന് മറിച്ചൊരു പ്രചരണം നടത്തിയാൽ എനിക്ക് വല്ലാതെ അത് എന്നെ ട്രിഗർ ചെയ്യും. ഇപ്പോൾ പുതിയ വാക്കാണ് ട്രിഗർ ചെയ്യുക എന്നുള്ളത്. എന്നുവെച്ചാൽ മറ്റൊരാളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ പ്രകോപനം വരണമെങ്കിൽ കാര്യമായ സത്യസന്ധത ഉണ്ടാവണം. പ്രകോപനത്തിന് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അല്ല, അത് പോട്ടെ, അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്ന അതെ, അതാ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ അമ്മയുടെ ആയിട്ടുള്ള അതെ. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് നിന്ന് വള്ളിക്കാവിലേക്ക് പോയി. എങ്ങനെ പോയി? എൻ്റെ അടുത്ത് കാശില്ല. അതൊരു ഒളിച്ചോട്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഒരു നമ്മൾ പറയില്ലേ അറേഞ്ച്ഡ് ലവ് മാരേജ് ഒക്കെ പറഞ്ഞു തരിക. എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ എവിടെയാണ് പോകുന്നത്, വേറെ ആർക്കും അറിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ നീ അരിച്ചു പോടെ വേണ്ട, അത് തെറ്റായിപ്പോയി ആണ് പറയാൻ പാടില്ല. ഇനി എനിക്ക് വേണ്ടി അരി വെക്കണ്ട അത് പറയാൻ പാടില്ല. അത് വിവരമില്ലാത്ത പ്രായമാണ്, 15 വയസ്സല്ലേ ഉള്ളൂ. എനിക്ക് ഇല്ല, നമുക്ക് സംശയം. നമ്മളൊന്നും അതിലേക്ക് എത്തുന്നില്ല, ശുദ്ധബോധത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മളൊക്കെ താഴേക്ക് പോകുന്നത്. തന്മാത്ര സിനിമയിലെ പോലെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മരിക്കുക. അപ്പോൾ അവിടുന്ന് അങ്ങനെ ആശ്രമത്തിൽ ചെന്നപ്പോൾ എത്രയോ പൈസ അടയ്ക്കണം, എന്നാലേ ഉള്ളൂ ബസ്സിൽ കൊണ്ടുപോകുക. എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഇവിടുന്ന് ബസ്സിൽ ആൾക്കാരെ കൊണ്ടുപോകും. എനിക്ക് കാശില്ല. ഞാൻ പെറുക്കി അമ്മ തന്ന 30 രൂപയാണ്. അമ്മയ്ക്കൊരു റിസർവ് ബാങ്ക് ഉണ്ട്, ഉലുവയുടെ പാത്രം. അതിൽ നിന്നൊരു 30 രൂപ തന്നു അന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പൈസ ഇല്ലാതെ പോകാൻ പറ്റില്ല, എല്ലാവരും പൈസ അടിച്ച് ബുക്ക് ചെയ്താണ് സീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണ് കണ്ടേ പറ്റൂ, കരയ്ക്ക് പിടിച്ചിട്ട് മത്സരത്തിന് വരികയാണ്. അപ്പോൾ ഞാൻ ആ ബ്രഹ്മചാരിയോട് ഞാൻ പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. വീട്ടിൽ നിന്ന് രാത്രി ആ സമയത്ത് കയറി ചെന്നാൽ അച്ഛൻ ഹിറ്റ്ലറാവും. പിന്നെ ചുമരിൽ നോക്കിയത്, പടത്തിൽ നോക്കിയത് തന്നെ. അപ്പോൾ അവിടെ തിരിച്ചു പോകാൻ വയ്യ. ഞാൻ ആ വണ്ടിയിൽ കയറി 407 എന്നൊരു ചെറിയ കുട്ടി വണ്ടിയാണ്, അതിൻ്റെ ഗിയർ ബോക്സിലിരുന്നാണ് കൊല്ലം വരെ പോയത് ഉറങ്ങാതെ. പക്ഷേ ആ സമയത്ത് ഉറക്കം വേണ്ട, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇത് എൻ്റെ ഒരു സംശയം ഇതാണ്, ഇവരൊരു തട്ടിപ്പുകാരിയാണോ, അത് ഇവരിൽ എന്തെങ്കിലും. കാരണം ആദ്യത്തെ നോട്ടത്തിൽ ഞാൻ വീണു പോയല്ലോ. അപ്പോൾ എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ നോക്കിയാൽ ചിന്ത വായിക്കാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തി. അതൊരു രസകര അനുഭവമാണ്. ഞാൻ ഉറക്കം തൂങ്ങിയിട്ടാണ് ഞാൻ എത്തുന്നത്. ആരോ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു. സത്യം പറഞ്ഞാൽ ലോകത്തോട് ഒരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. പാഠശാലയിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് വരുന്നു, ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒരു ബസ്സിന് എത്ര ദൂരം പോകണം, എത്ര പൈസയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തി, വള്ളിക്കാവിലെത്തി. ഇപ്പോൾ അന്ന് ക്യൂ നിൽക്കുകയാണ്. ആ കാളിക്കോവിൽ വലിയ ക്യൂ ആണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കയറി ക്യൂവിൽ നിന്നു. ടോക്കൺ ഒരാൾ കൊണ്ടുത്തന്നു. അപ്പോൾ ഇങ്ങനെ കയറി ചെന്നാൽ ഒരു ഡോറാണ്, അതിനകത്ത് കയറി വലത്തോട്ട് തിരിഞ്ഞാൽ അമ്മയുടെ വലതുഭാഗം നമുക്ക് കാണാം. എൻ്റെ മുമ്പിൽ 10-30 പേരുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത, ഒരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ, രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കാണിക്ക കൊണ്ടുപോകണം, ഒരു പൂവോ. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മാലയിടുന്നുണ്ട്, പിന്നെ നാരങ്ങ മാലയിടുന്നു, ചിലർ പലഹാരങ്ങൾ കൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഇനി വാങ്ങണം എന്ന് വിചാരിച്ചാൽ എൻ്റെ അടുത്ത് കാശില്ല.
അപ്പോൾ എനിക്ക് വല്ലാതൊരു റിമോഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡീപ്പ് അഗണി ഫ്രം ദ മൈൻഡ്, ഡീപ്പ് ഫ്രം വിതിൻ. ഒന്നും കൊണ്ടുപോകാതെ എങ്ങനെയാണ് പോകുന്നത്, എനിക്ക് വല്ലാതെ വിഷമമായി. അപ്പോൾ ഈ ആയിരക്കണക്കിന് പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരാളിങ്ങനെ തട്ടി വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ബ്രഹ്മചാരിയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ വെളുത്ത പുഷ്പങ്ങൾ മാത്രം കൊരുത്തൊരു മാല. എന്ത് പുഷ്പം, അതിൻ്റെ ഒരു മണം. പിന്നീട് തിരുവണ്ണാമല ഒരു പൂ ആണെങ്കിൽ അതുപോലെ സുഗന്ധം അതെൻ്റെ കയ്യിൽ. മരിക്കൊഴുന്ത്, നമ്മുടെ മരിക്കൊളുന്ന് പറഞ്ഞ സാധനം തന്നെ, അത് ആ മണം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇടണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് പോകുന്നത്. കൊല്ലം എന്നൊരു ജില്ലയിൽ പ്രവേശിക്കുന്ന ആദ്യമായിട്ടാണ്, അമ്മ എടുത്ത് പോകുന്ന ആദ്യമായിട്ടാണ്. അവിടെ ആയിരക്കണക്കിന് പേര് മാല കയ്യിലുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. എൻ്റെ കയ്യിൽ അകത്തവിടെ വന്ന് തന്നു. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. കുചേലൻ കൃഷ്ണനെ കാണുമ്പോൾ അവലെങ്കിലും കൊണ്ടുപോയി, ഞാൻ അതുപോലും കൊണ്ടുപോയില്ല. അപ്പം ഞാനിങ്ങനെ അമ്മയൊന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം. ദർശനം നിർത്തി വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഏന്തി നോക്കിയിട്ട്, ഇങ്ങനെ ഏന്തി നോക്കിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഹർഷോന്മാദെന്നോ ആത്മോത്കർഷമെന്നോ എന്താ പറയുന്ന വാക്കെന്നറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഓൺ ക്ലൗഡ് 9. നമ്മൾ ആ ഹർഷോന്മാദമെന്നോ ദുഃഖങ്ങളില്ലാത്തൊരു തീരത്ത് ഞാൻ എത്തി എന്ന് എനിക്ക് തോന്നി. വളരെ പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തി. സാധാരണ അമ്മയുടെ മാല ഇടുമ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ, കൽക്കട്ടയിലെ കാളിക്കും അമ്മയ്ക്കുമാണ് ഈ പ്രത്യേകത, മാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആളുകൾ. കൽക്കട്ടയിൽ അങ്ങനെയാണല്ലോ, കാളിക്ക് ദക്ഷിണേശ്വര നമ്മുടെ കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട കാളിഘട്ട് 2 പേര് അപ്പുറം നിൽക്കും മാല എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ അമ്മയുടെ അടുത്ത് 2 പേര് നിൽക്കും. അപ്പോൾ മാല എടുത്ത് മാറ്റിക്കൊണ്ട് ഞാൻ മാല ഇട്ടപ്പോൾ അമ്മ എന്നെ കുനിഞ്ഞ് തന്നിട്ട് ആ മാല ഇട്ടിട്ട് കുറേ നേരം എന്നെ നോക്കിയത്. എൻ്റെ കുറേ കാലം കൊണ്ട് നഷ്ടപ്പെട്ട ഒരു മകനെ റിസീവ് ചെയ്യുന്നൊരു ഭാവത്തിലാണ് എന്നെ ആലിംഗനം ചെയ്തത്. അപ്പോൾ എനിക്ക് മന്ത്രം വേണമെന്നുണ്ട്. മുത്തശ്ശൻ തന്നത് മന്ത്രമാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീവിദ്യ ശബ്ദങ്ങൾ ദേവതയുടെ പേര് കൃഷ്ണ രാമെന്നൊന്നുമില്ല അതിൽ. അപ്പോൾ എനിക്കൊരു മന്ത്രം വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇത് പറയാൻ എനിക്ക് വാക്കുകൾ വരുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറയാൻ വെമ്പുകയാണ്. അജാതപക്ഷ ഇവ മാതരം ഖഗാ എന്ന് ഭാഗവത്തിലുണ്ട്. ചിറക് മുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങൾ അമ്മ പറക്കുന്ന കണ്ടിട്ട് എനിക്കും പറക്കണം എന്നുണ്ട്, കോട്ടിൽ ചേർന്ന് ചാടും. അതൊരു നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എനിക്ക് അജാതപക്ഷ ഇവ മാതരം ഖഗാ എന്ന് പറഞ്ഞ പോലെ അമ്മയെ കണ്ടിട്ട് എനിക്ക് മന്ത്രം എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ എന്നെ, അതെനിക്ക് എപ്പോഴും എനിക്ക് അത്ഭുതമാണ്, ഇങ്ങനെ പിടിച്ചിട്ട് മോന് മന്ത്രം തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വല്ലാതെ എൻ്റെ, അതുവരെ മനുഷ്യരെല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവരാണ്, പെറ്റമ്മ ഒഴികെ. നമുക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി അച്ഛൻ പറയും മോന് മിഠായി വാങ്ങി തരാം, ഒരു റിവാർഡുണ്ട് അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒരു കാരണമില്ലാണ്ട് ഒരാൾ സ്നേഹിക്കുക, ഒരു കാര്യവും അവർക്ക് നമ്മളെ കൊണ്ടില്ല. ഇന്ന് വരെ ആശ്രമത്തിന് എന്നെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല. അമ്മയിൽ നിന്ന് കിട്ടിയത് മുഴുവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നിധികളാണ്. അത് ശാസ്ത്രക്കാർ ഈ മന്ത്രം തരാലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? മന്ത്രം തരാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അന്ന് രാത്രി ആ സമയത്തൊക്കെ ഭാവദർശനമുള്ള സമയമാണ്, കിരീടമൊക്കെ വെച്ചിട്ട് അമ്മ രാത്രി, അങ്ങനെ ഓഗസ്റ്റ് 14-ാം തീയതിയാണ് രാത്രി അമ്മ മന്ത്രം തന്നു. എനിക്ക് മന്ത്രം തന്നു. അതെനിക്കിപ്പോഴും അവിടെ അത്രയും ഭജന നടക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാരുടെ ബഹളമുണ്ട്. അമ്മ നമ്മുടെ ചെവിയിൽ പറയുമ്പോൾ ആ ഒരു ശബ്ദം മാത്രമേ കേൾക്കൂ. ആ മന്ത്രം രഹസ്യമാണോ? അത് എല്ലാം ഗുരുവും ശിഷ്യനും നമ്മൾ രഹസ്യമാണല്ല, മന്ത്രം രഹസ്യമാണ്. അത് കഴിഞ്ഞ് വളരെ താമസിയാതെ ഗുരു നിർദ്ദേശപ്രകാരം, എൻ്റെ പൂർവിക ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് കൽക്കത്തയ്ക്ക് പോയി. കൽക്കത്തയിൽ താരാപീഠം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ശ്മശാനത്തിൽ പോയി കുത്തിയിരുന്നു. താരാപീഠം എവിടെയാണ്? ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാൾ. ദക്ഷിണേശ്വരത്ത് നിന്ന് പോകണം, അതായത് ഈ ബംഗാൾ ബെൽറ്റാണ്. അതായത് രാമകൃഷ്ണദേവൻ്റെ ഒക്കെ ഇവിടെ ഖേംപ എന്ന് പറയുന്ന ഒരു മഹാനായ, ഈ രാമകൃഷ്ണദേവൻ്റെ ഏകദേശം സമകാലീനാണ് അദ്ദേഹം. രാമകൃഷ്ണദേവൻ്റെ അത്ര ഫേമസ് അല്ല, കാരണം വിവേകാനന്ദനെ പോലൊരു ശിഷ്യൻ ഉണ്ടായിരുന്നില്ല, ഭാഷാ പണ്ഡിതനായ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഖേംപ ഒരു ഈക്വൽ രാമകൃഷ്ണദേവനെ പോലെ തന്നെ തത്തുല്യ ആത്മീയ ഉണർവുള്ളൊരു വ്യക്തിയാണ്. ഖേംപ ആണ് ആദ്യമായിട്ട്, പിന്നെ താരാപീഠത്തിൽ പോയപ്പോൾ ദേവി മറിഞ്ഞിരിക്കുന്നത്, ഏത് ദേവത എന്ന് എല്ലാവർക്കും മനസ്സിലാവും, താരയാണ് ആ ദേവത. ഒരു തവണ എന്നോട് ഒരാൾ ചോദിച്ചു, ശബരിമല വിഷയത്തിന് ഒരു പ്രസംഗിച്ചപ്പോൾ വളരെ രൂക്ഷമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഗവൺമെൻറ്റിനെയൊക്കെ പറയേണ്ടി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാൾ, വളരെ പ്രശസ്തനായ ഒരാൾ എന്നെ വിളിച്ചു, അത്യാവശ്യം വായനയൊക്കെ ഉള്ള ആളാണ്. എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, നിങ്ങളുടെ രാഷ്ട്രീയം വേറെ, ഞങ്ങളുടെ രാഷ്ട്രീയം വേറെ. ഞാൻ പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്കിവിടെ അയ്യപ്പൻ എന്നൊരൊറ്റ ഏകകമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെ പറയാം,
അവരംഗീകരിക്കില്ല ഒരിക്കലും. നമുക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് രാഷ്ട്രീയം വേണം. അദ്ദേഹം പറഞ്ഞു, ശരി, വാക്ക് ദേവതയാണല്ലോ നിങ്ങൾക്ക്. സരസ്വതി ഇത്ര ശാന്തമാണ്, നിങ്ങൾ ഇത്ര രൂക്ഷമായിട്ട് വാക്ക് ഉപയോഗിക്കുന്നതിനാണ്, നിങ്ങളുടെ വാക്ക് അസഹ്യമാണ്. ബ്ലണ്ടായിട്ട് അയാൾ പറഞ്ഞു. ഒരു പക്ഷേ ദി ഓൺലി പേഴ്സൺ ഹു ടോൾഡ് മീ ബ്ലണ്ട്ലി അബൌട്ട് മൈ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബ്ലംസ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് വാക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞു, സരസ്വതിയിലും ഒരു രൂക്ഷ സരസ്വതി ഉണ്ട്, അത് താരയാണ്, ഉഗ്ര സരസ്വതിയാണത്. അപ്പോൾ എനിക്ക് ആ ദേവതയെ 89 ദിവസം ഞാൻ ജപിച്ചു. ആഹാരമില്ല, എവിടെ നിന്നെങ്കിലും ഭിക്ഷ തിന്നണം. മോഡേൺ ടൈംസിൽ അങ്ങനൊരു സംഭവം ഇറ്റ്സ് വെരി റയർ. എനിക്ക് സുഹൃത്തുക്കളില്ല, ആ ഭാഗത്ത് ആരെ എനിക്കറിയില്ല, ബംഗാളി ഭാഷ അറിയില്ല. രാമകൃഷ്ണദേവനെ അറിയാം. സ്കൂളിൽ പഠിച്ചപ്പോൾ കുട്ടികളുടെ വിവേകാനന്ദ എന്നൊരു പുസ്തകം എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നു ഒരാൾ. അത് വായിച്ചിട്ട് രാമകൃഷ്ണദേവനെ അറിയാം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ആ ദേവതയുടെ ദർശനമാണ് എൻ്റെ ഉള്ളിലെ രൂക്ഷതയും അദമ്യമായ ധർമ്മബോധവും, അല്ലെങ്കിൽ ഒരുപക്ഷെ നെഗറ്റീവ് എന്ന് പറയാം ആളുകൾ. കാരണം ഒരാളോട് എന്താ മോനെയും ചോദിക്കുന്നതിന് പകരം അവിടെ ചില പ്രീഫിക്സ് ചേരുന്നത്, ആ പ്രീഫിക്സുകൾ വരുന്നത് അയാളുടെ കർമ്മത്തെ അടിക്കുന്ന പോലെയാണ്. ആ ദേവതയുടെ ദർശനത്തിനെ തുടർന്ന് ടോട്ടലി എൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ഞാൻ പട്ടിണി കിടന്നാൽ അതിനെപ്പറ്റി ബോധമല്ലാതായി. ഈ ദർശനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ലേ അവിടെ, അത് നമ്മൾ നേരിട്ട് ആ വിഗ്രഹം കാണുന്നു എന്ന് മാത്രമാണോ? അങ്ങനെയല്ല. ഈ മന്ത്ര ജപത്തിൻ്റെ ഒരു സീക്രസി എന്ന് പറഞ്ഞാൽ, മന്ത്രം വിത്താണ്, അരയാലിൻ്റെ വിത്ത് പോലെ വിത്താണ്. നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് പോലത്തെ സാധനമാണ്. അരയാലിൻ്റെ വിത്ത് കരിങ്കല്ലിനെയും പൊട്ടിക്കും. ഇത് പുരസ്ചരണം ചെയ്യുകയാണ്, ജപിക്കുകയാണ്. പൊതുവെ ആൾക്കാർക്ക് മന്ത്രത്തെപ്പറ്റി ധാരണ നമ്മൾ മന്ത്രം ജപിക്കുകയാണെന്നാണ്. അത് തെറ്റാണ്. ഗുരു മന്ത്രം തരുമ്പോൾ ഒരു ശബ്ദമാണല്ലോ കേൾക്കുന്നത്, അത് നമ്മൾ റിപ്പീറ്റായിട്ട് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഫ്രം അവർ ഈഗോ സൈഡ്. പല ആൾക്കാരും സാധകന്മാരും തെറ്റിപ്പോകുന്ന എവിടെയെന്ന് വെച്ചാൽ അവർ മന്ത്രം ജപിക്കുകയാണ്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുരസ്ചരണത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിലില്ല. ദർ ഇസ് നോ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് മൈ ഈഗോ. ആകെ കേൾക്കുന്ന ദ വോയിസ് ഓഫ് ദ മാസ്റ്റർ. ആ ഗുരുവിൻ്റെ ശബ്ദം, മന്ത്രം നിന്നപ്പോഴുള്ള മന്ത്രശബ്ദത്തെ നിരന്തരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ ബീജം, ഈ വിത്ത് പൊട്ടും. അത് എനിക്ക് അത്ഭുതമാണ്. ഓഷോ ആയിക്കോട്ടെ, നാരായണ ഗുരുദേവനായിക്കോട്ടെ, രാമകൃഷ്ണദേവനായിക്കോട്ടെ, വിവേകാനന്ദനായിക്കോട്ടെ, പരമഹംസ യോഗാനന്ദനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഏതൊരു രമണ മഹർഷി ആയിക്കോട്ടെ, എനിക്ക് ഗുരുക്കന്മാരുടെ പാൻത്തിയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ രമണ മഹർഷിയാണ്, ഒരു സംശയമില്ല. കാരണം അത് എന്താ പറയുക, ഇനി ഒരാൾ അതുപോലെ അവതരിക്കില്ല എന്ന് വരെ ഞാൻ ചിന്തിക്കുന്ന ആളാണ്. അമ്മയ്ക്കും വള്ളിക്കാവൽ അമ്മയ്ക്കും ഏറ്റവും കാലത്ത് അദ്ദേഹം ജനിച്ച വീട്ടിലും ഞാൻ പോയി. തിരുവണ്ണാമലയിലെ ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. മധുരയിൽ പോയോ? മധുരയിൽ അവിടെ നിന്നാണ് റിയലൈസേഷൻ ഉണ്ടായത്. അതിന് മേലെ റിഗമോട്ടിസ്, അവിടെ മരണശരീരം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആ മധുര ക്ഷേത്രത്തിന്റെ ആ അപ്പുറത്താണ് അമ്മാവന്റെ വീട്. അവിടെ പോയിട്ടില്ല ഇനിയും. പലതവണ മധുരയിൽ പോയിട്ട് മിസ്സായിപ്പോയി. രമണ ഭഗവാൻ ഈ തന്ത്രശാസ്ത്രപ്രകാരം അദ്ദേഹത്തിന് ശിഷ്യനായ കാവ്യകണ്ഠ ഗണപതി എന്ന് പറഞ്ഞിരിക്കുന്ന സുബ്രഹ്മണ്യ അവതാരമാണെന്നാണ്. അത് ഒരു കൃതിയിൽ രമണ ചത്വാരിംശത്തിൽ എഴുതിയിട്ടുണ്ട്, ഗുരവേ താരകാരയെ എന്ന്. രണ്ടർത്ഥമാണ്. താരകാരി സുബ്രഹ്മണ്യൻ, താരകാസുരനെ കൊന്നവൻ. താരകാരയെ അപ്പുറം സംസാര താരണത്തിന് കാരണമായിരിക്കുന്ന ഗുരുബോധം എന്നർത്ഥം. അപ്പോൾ ഞാൻ ഈ ദേവതാ ദർശനം എന്ന് പറയാൻ കാരണം, ഈ മന്ത്രം നിരന്തരം പുരസ്ചരണം. നമുക്കപ്പം നമ്മൾ അപ്പിയിടുന്ന സമയത്തും നമ്മുടെ മൈൻഡ് അതിലാണ്, നമ്മൾ മൂത്രമൊഴിക്കുമ്പോഴും മൈൻഡ് അവിടെയാണ്, എന്ത് ചെയ്യുമ്പോഴും മന്ത്രത്തിലാണ് ഇത് നിൽക്കുന്നത്. പുരസ്ചരണം എന്നതിന് പറയാം. ഒരു പർട്ടിക്കുലർ ഡേ ഇത് എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ പ്രസവിക്കുന്ന സ്ത്രീക്ക് അറിയാം എന്ന് പ്രസവിക്കുന്നു, ഡോക്ടർ പറയണ്ട. ഈ ആധുനിക കാലത്താണ് സ്ത്രീകൾ ഇത്ര മൂഢകളായി പോയത്. പണ്ടത്തെ സ്ത്രീക്കാർ ഇന്ന ദിവസം പ്രസവിക്കുന്ന അവർക്കറിയാം. അതുപോലെ മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ നിരന്തരം ജപിക്കുന്നതിനറിയാം ഇന്ന ദിവസം ആ ദർശനം ഉണ്ടാവും, ഏകദേശം നമുക്കൊരു കാറ്റടിക്കും. ഇപ്പോൾ എങ്ങനെയാണ് പ്രസവിക്കുകയെന്നും അറിയില്ല. ഇപ്പോൾ വേറൊരു വെൽനസ് ക്ലിനിക് ഉണ്ട്, 1 വർഷം മുമ്പേ ബുക്ക് ചെയ്യാം, ഇത്രയും ലക്ഷം അടച്ചിട്ട് അവർ പാട്ട് കേൾപ്പിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ പൂർണ്ണം അബലകളാക്കി. അത് വേറെ വിഷയം. അപ്പോൾ ഏതായാലും ഞാൻ ഈ രാവിലെ മുതൽ എനിക്കറിയാം ഇന്നെനിക്ക് ഒരു സുദിനമാണ്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പട്ടിണിയാണ്. ശരി, ഒരു ആഹാരവും മര്യാദയ്ക്കില്ല. കിട്ടുന്ന ആഹാരം നമ്മൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ മാംസാഹാരത്തിന് വലിയ പ്രീതിയുള്ള സ്ഥലമാണ്. അക്കാര്യത്തിലൊക്കെ എനിക്ക് ഇന്നും നിഷ്ഠയാണ്. കണ്ട ഒരുപാട് ഉള്ളി ഇട്ടിട്ട് ആക്കിയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ലാത്ത, നമ്മുടെ ശീലമല്ലാത്തതാണ്. പിന്നെ ഈ മത്സ്യം എല്ലായിടത്തും മത്സ്യമാണ്. ഇപ്പോൾ എൻ്റെ പേടി, ഇവർ ദാൽ കറി എന്ന്, ഒരു ദാലിൻ്റെ ഒരു കറിയാണ് ഇവർ ബംഗാളികളുടെ ഒരു കോമൺ. അതുപോലെ തന്നെ ഇരിക്കും മത്സ്യക്കറി.
ഏകദേശം അതേ നിറമൊക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ശാരീരിക പീഡ അനുഭവിച്ച സമയമാണ്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഡേ രാവിലെ മുതൽ എൻ്റെ ഉള്ളിലുണ്ട് ഇതിങ്ങനെ. രാമകൃഷ്ണദേവൻ പറയും കടപ്പുറത്തേക്ക് പോകുമ്പോൾ 1.5 കിലോമീറ്റർ മുമ്പേ കാറ്റടിച്ച് തുടങ്ങുന്നു. അതുപോലെ ഈ കാറ്റിങ്ങനെ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞാണ് അവിടെ ധ്യാനം, പകലല്ല. പകൽ ആളുകൾ വരുമ്പോഴൊന്നും നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കുകയോ ചെയ്യില്ല. സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ടത്താണ്. അതുപോലെ ഇരുട്ട് ഞാൻ പിന്നെ കണ്ടത് മൂകാംബികയിലേക്ക് പോകുമ്പോൾ ആ വലിയ ആർച്ചുണ്ടല്ലോ, അത് കടന്നാൽ ഇടത് ഭാഗത്തൊരു മാസ്തി ഘട്ട് എന്നൊരു മഹാസതീ ദേവിയുടെ, മഹാസതിയാണ് മാസ്തി എന്നാണ് വിളിക്കുന്നത്, അവിടെ പലരുടെയും കുലദേവതയാണ്. ആ മാസ്തി ദേവി വിചാരിക്കണം ആരെങ്കിലും മൂകാംബി തൊടണമെങ്കിൽ. ഇപ്പോഴും വിശ്വാസം ആ ഗേറ്റ് കടക്കണമെങ്കിൽ ദേവി വിചാരിക്കണം. രാത്രി ഞങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ കാറിൽ പോകുമ്പോൾ ആ വനത്തിനുള്ളിലൂടെയാണല്ലോ പോകുന്നത്. എനിക്കൊരാഗ്രഹമാണ് എപ്പോഴും, ഞാൻ നടുവിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാൻ പറയും. എനിക്ക് ആ താരാപീഠത്തിലെ ആ ഇരുട്ട് ആസ്വദിക്കുക എന്ന് പറയും. ഇരുട്ടിനൊരു മനോഹാരിതയുണ്ടെന്ന്. അപ്പോൾ അത് കണ്ണിൽ വിരലിട്ട് കുത്തിയാൽ നമ്മൾ അറിയില്ല അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരുന്നത്, അതുപോലെ ഇരുട്ടാണ്. അപ്പോൾ ഈ ഇരുട്ടത്ത് ഇരിക്കുമ്പോൾ പൊടുന്നനെ ആദ്യം വരുന്നത് ഒരു പ്രകാശമാണ്. നമ്മുടെ കണ്ണിലേക്ക് ഒരു വലിയ ടോർച്ചാരെങ്കിലും അടുത്ത് കൊണ്ടുവന്ന് ഞെക്കിയാൽ ഉണ്ടാകുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു പ്രകാശ വിസ്ഫോടനമോ. അതായത് നമ്മൾ പറയില്ലേ ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുദ്ധിത, അതായത് 1000 സൂര്യന്മാർ ഒരുമിച്ചുയർന്നതുപോലെ ഉദിച്ചുയർന്നതുപോലെ എന്നൊക്കെ പറയാം. ആ ഒരു വി വിൽ ബി ഫ്ലഡഡ് ഇൻ ദാറ്റ്. അപ്പോൾ അതൊരു പ്രകാശത്തിൻ്റെ പ്രളയമാണ്. അത് കഴിഞ്ഞ് ഈ പ്രകാശരൂപം തന്നെ ഒരു മൂർത്തി രൂപമായിട്ട്, ഒരു ദേവിയുടെ രൂപമായിട്ട്, ആ ദേവി എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. ആ രൂപം എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതായത് ഗർഭിണിയായ കാളിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗർഭം ധരിച്ചിരിക്കുന്ന, അതായത് ഒന്നും എടുത്തിട്ടില്ല, പൂർണ്ണ ഗർഭിണിയായൊരു കാളിയുടെ അത്യുഗ്രമായൊരു രൂപം. അതിന് മുമ്പ് എനിക്കിതുപോലെ വിഷനുണ്ട് സ്വപ്നത്തിൽ. വള്ളിക്കാവിൽ അമ്മ വെറും ഒരു അരയത്തിയാണോ, അത് വെറും സ്ത്രീയാണോ, വെറും യൂസ്ലെസ് ആണോ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് സംശയം വന്നു. അമ്മയെ കണ്ടതിൻ്റെ ഒരു 2-3 മാസം 2-3 മാസമല്ല 2 വർഷം കഴിഞ്ഞിട്ട്, അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ അമ്മയുടെ ഒരു മോതിരം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നിനക്ക് വല്ല പ്രാന്തമുണ്ടോ, ഇവരൊക്കെ വെറും തട്ടിപ്പാണ്, ഇവർ വെറും മാഫിയയാണ്, മറ്റാണ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവർക്ക് എന്തെങ്കിലും അറിയുമോ, മര്യാദയ്ക്ക് മലയാളം പറയാൻ അറിയുമോ? പിന്നെ ശരിയാണ്, ഒക്കെ ശരിയാണ് അവർ പറഞ്ഞു, മലയാളം ഒന്നും പറയാൻ അറിയില്ല മര്യാദയ്ക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ശങ്കരാചാര്യരുണ്ട്, കൃഷ്ണനുണ്ട്, ഇതാരെങ്കിലും പോരെ, എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീ? ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ രാത്രി അങ്ങ് പറഞ്ഞല്ലോ, രാത്രി ഇരുന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് വലിയ ഖേദമായത്. കാരണം അപ്പോൾ ഇത്ര വിവരമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ ആരാധിച്ചുകൊണ്ട് നടക്കുന്നത്, ഒരു വിവരവുമില്ല. ഇപ്പം രാത്രി ഞാൻ അമ്മയെ പിടിച്ച് കോടതിയിൽ കയറ്റുന്നവരെ ഞാൻ എൻ്റെ മുമ്പിലിരുത്തി. ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരാണ്, ഞാൻ പറയണ്ടല്ലോ, ശങ്കരാചാര്യരാണ് ശരി, അദ്വൈതമാണ് ശരി, അമ്മയ്ക്കിതൊന്നും അറിഞ്ഞുകൂടാ, തട്ടിപ്പുകാരിയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളൊരു തട്ടിപ്പുകാരിയാണെങ്കിൽ ഉടനെ എന്നെ വിട്ടുപോകണം. കുട്ടിയാണെന്നറിയാം, എനിക്ക് അത്ര അറിവുള്ളൂ, 16 വയസ്സല്ലേ. നിങ്ങൾ തട്ടിപ്പുകാരിയാണെങ്കിൽ എന്നെ വിട്ടുപോകണം, ഞങ്ങൾക്ക് ശങ്കരാചാര്യരുണ്ട്. ഞാനൊരു ഫുട് നോട്ട് പറയാണ്, ഇന്നും ഹിന്ദു സമൂഹത്തിലെ 90% വരുന്ന ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ശങ്കരാചാര്യന്മാരാണുള്ളത്. അതാണ് കൂടുതൽ അല്ലേ? ജ്യോതിഷ്മഡൊക്കെ ആരെ അഡ്രസ്സ് ചെയ്യുന്നില്ല അവർ. ഹിന്ദുക്കളായിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ നിരന്തരം കൺവേർഷൻ നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു നേതാവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിങ്ങനെ ഞങ്ങൾക്കൊരു ശങ്കരാചാര്യരുണ്ടെന്ന് ഞാൻ പറയുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ബോധം വേറൊന്നാണ്, അത് സാമൂഹ്യ ബോധമല്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറയുകയാണ്, നിങ്ങൾ ശങ്കരാചാര്യരുണ്ട് ഞങ്ങൾക്ക്, നിങ്ങളിതൊന്നും അറിയില്ലെങ്കിൽ വിട്ടുപോകണം. എന്നിട്ട് ഞാൻ കിടന്നു. അത് വളരെ ആത്മാർത്ഥമുണ്ട്, ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്. കിടന്നു. പുലർച്ചെയായപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരൻ ഞാനും കൂടി കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ് സ്വപ്നത്തിൽ. ഇങ്ങനെ നിലാവുള്ള രാത്രിയിൽ കൈ പിടിച്ച് കൂട്ടുകാരൻ നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അടച്ചിട്ടൊരമ്പലം, കുറേ കാലമായിട്ട് പൂജയൊന്നുമില്ലാതെ മാറാലെ പിടിച്ച് കിടക്കുന്നൊരു അമ്പലം. ഇവൻ എൻ്റെ കൈ വിടുവിച്ചിട്ട് അവിടെ പോയി ധ്യാനിക്കുക, അടച്ചിട്ട നടയ്ക്ക് മുമ്പിൽ ധ്യാനിക്കുകയാണ്. ഞാൻ അവനെ വിളിച്ചിട്ടും കേൾക്കുന്നില്ല. ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ക്ഷേത്രം, ഇതേപോലെ തന്നെ ചെറിയൊരു ക്ഷേത്രം, പക്ഷേ നല്ലോണം കാർത്തിക വിളക്ക് പോലെ വിളക്ക് തെളിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ശുചിയായ ക്ഷേത്രം. ഞാൻ അകത്തേക്ക് കയറി പെട്ടെന്ന് നട തുറന്നു. നട തുറന്നപ്പോൾ കാണുന്നത് ഈ കാളിയുടെ ഒരു മുഖക്കാപ്പ് മാത്രമാണ്. തേറ്റയുണ്ട്, ഉഗ്രമായ കണ്ണുകളോടുകൂടി കാളിയുടെ സ്വർണ്ണത്തിലുള്ളൊരു മുഖക്കാപ്പ്. അതിൽ ഇങ്ങനെ ആരതി വഴിയാണ് ഒരു പൂജകൻ, ആരാന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഒരലർച്ചയാണ്, അതായത് അട്ടഹാസത്തോടു കൂടി അതിൽ നിന്നൊരു ശക്തി ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഈ ഒരു എനർജി ബോൾ ഇങ്ങനെ ചാടുകയാണ് എൻ്റെ മുമ്പിൽ. കാളി, 8 കൈകളുള്ള കാളി.
അത് എന്നേക്കാളൊരു 10-30 അടി ഉയരത്തിലാണ് ഇങ്ങനെ. എനിക്ക് അതിൻ്റെ തുടയും ഇതൊക്കെ കാണാം ഇങ്ങനെ. അതിൻ്റെ കയ്യിലെ വാളിൻ്റെ മിന്നൽ തിളക്കം എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അതിഭീകരമായൊരു രംഗം. പക്ഷേ എന്തുകൊണ്ടാണ് ഭീതി എനിക്ക് തട്ടിയില്ല? മുഖം അമൃതാനന്ദമയി ദേവിയുടെയാണ്, ബാക്കിയെല്ലാം നഗ്നയായ കാളിയാണ്. നാവ് ഈ പിന്നെ നമ്മുടെ സോളാർ പ്ലക്സസിൻ്റെ അവിടെ വരെ നാക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം അമൃതാനന്ദമയി ദേവിയുടെ മുഖമാണ്. അപ്പോൾ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ എനർജി ബോൾ ഇങ്ങനെ ചാടും. അപ്പോൾ കൂടെ ഒരു സന്യാസി ഉണ്ട്, അയാളുടെ കയ്യിലൊരു തട്ടിൽ നിറയെ ഭസ്മം ഇങ്ങനെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഉറക്ക ചിരിക്കുകയാണ്. ആ ചിരി എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം പോലെ അങ്ങനെ ഹ ഹ ഹ ഹാന്ന് ചിരിക്കുകയാണ്. അപ്പം ഞാൻ പേടിയുണ്ട്, പക്ഷേ അമ്മയാണല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, അമ്മ ഒരിക്കൽ കണ്ടതാണല്ലോ ഞാൻ. അപ്പോൾ ആ ധൈര്യത്തിൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്, ആരാണ് അമ്മയെ ശാന്തയാക്കാൻ പോകുന്നത്? ഇതാണ് ചോദ്യം. ആരാണ് അമ്മയെ ശാന്തയാക്കാൻ പോകുന്നത്? അപ്പം എനിക്കറിയില്ല. അപ്പോൾ സന്യാസി എന്നോട് പറഞ്ഞു, നീയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ തട്ടിലെ ഭസ്മം വാരിയിട്ട് ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് ലക്ഷ്യമാക്കി എറിഞ്ഞു. ഈ ജ്യോതി, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. ഈ ഇരുട്ടിൻ്റെ ശക്തി കാണാം, കറുകറാന്നൊരു ദേവി, അത് നേരെ പോയിട്ട് ആ വിഗ്രഹത്തിൽ ലയിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഈ രാമേന്ദ്രൻ മാഷ് അവിടെ തളിയിൽ തുടങ്ങി വെച്ചൊരു പരിപാടിയുണ്ട്, അതായത് ശബരിമലയ്ക്ക് പോവുക, കരിമല വഴിക്ക്. ആർ രാമേന്ദ്രൻ സാറ്. അപ്പോൾ അതെ മഹാനായ ചിന്തകനും കവിയും പ്രൊഫസറുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് അതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ കൊടുങ്ങല്ലൂർ പോയി ആദ്യമായിട്ട്. ഞാൻ കൊടുങ്ങല്ലൂർ പോയിട്ടേ ഇല്ല. കൊടുങ്ങല്ലൂർ എന്നൊരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. കൊടുങ്ങല്ലൂർ പോയി അവിടെ ദർശനത്തിൽ കാത്തു നിൽക്കുകയാണ്. നട ഇങ്ങോട്ട് തുറന്നപ്പോൾ ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട അതേ കാളിയുടെ മുഖം, ആ കാപ്പ്, സ്വർണ്ണ കാപ്പോട് കൂട്ടിയിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു, പിന്നീട് ഗോപിനാഥൻ സാറൊക്കെ പറഞ്ഞപ്പോഴാണ് ആ റിലേഷൻ എനിക്ക് അറിയില്ലല്ലോ, എനിക്കറിയില്ല. അതിന് ശേഷം, ആ സ്വപ്നത്തിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കലും അമ്മയെ സംശയിച്ചിട്ടില്ല. ഇതൊരു മനുഷ്യ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഊണിലും ഉറക്കത്തിലും എൻ്റെ രക്തത്തിനേക്കാൾ ആഴത്തിൽ അത് എന്നിൽ ഉള്ള ഒരു സത്യമാണ്. ഈ അന്ന് പോയ ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ വള്ളിക്കാവിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഇപ്പോഴും പോവാറുണ്ട്. ഇപ്പം അമ്മ US ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഞാൻ അമ്മയോട് ഒരിക്കൽ ഒരു വാക്ക് പറഞ്ഞു, അത് അമ്മയ്ക്ക് വല്ലാതെ ഉള്ളിൽ തട്ടി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ വേരില്ലാത്തൊരു വൃക്ഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മളൊരു വളരെ ഡീപ്പായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഒരുപാട് പറയാതെ തന്നെ അമ്മയ്ക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാവുന്നുള്ളൂ. അത് വലിയൊരു കഴിവാണ്. കാരണം ഈ ലോകത്ത് പറഞ്ഞ് കഷ്ടത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ജനങ്ങളാണ്. അമ്മയോട് അധികം പറയണ്ട. ഞാൻ അമ്മയോട്, അത് ചെറിയ കുട്ടി, കുഞ്ഞ് വേദനിച്ച് കരയുമ്പോൾ എന്തിനു വേദനിക്കുന്നു അമ്മയ്ക്കറിയാം, ഭാഷ ജനിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, വേരില്ലാത്തൊരു വൃക്ഷമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ വളരെ കാര്യമായിട്ട്, അമ്മ എല്ലാവരും പറയാം, എടാ ഇവൻ പറയുന്നത് കേട്ടോ, ഇവൻ വേരില്ലാത്ത വൃക്ഷമാണെന്ന്. അപ്പോൾ അമ്മ പറയുന്നത്, വേര് അമ്മയുടെ പാദത്തിലാണ്. അതായത് നമ്മളെ അമ്മയുടേതാക്കി തീർത്തു. ഇനി ബാഹ്യമായ ബന്ധങ്ങളോ ലോകബന്ധങ്ങളോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അനാഥരല്ല. നമുക്ക് ആ പരമമായ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള അമ്മയ്ക്ക് ആ ഒരു പ്രൊട്ടക്ഷനാണ് എപ്പോഴും. കാരണം ഈ ഒരു ദേവിയെ ഞാൻ ധാരാളം ദർശിച്ചതും ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടതും ഏറെക്കുറെ സമമാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഞാൻ കണ്ട ദേവി ഗർഭിണിയാണ്, വലിയ വയറോട് കൂടിയ അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ കേട്ടിട്ടുണ്ടാവുമല്ലോ, കാളകൂട വിഷം ശിവൻ കഴിച്ചതിൻ്റെ ഒരു കഥയിൽ ശിവനൊന്നും പറ്റിയില്ലെന്നാണ്, പാർവതി കഴുത്തിൽപ്പെട്ട, അതാണ് നമ്മളറിയാം. പക്ഷെ അതിന് ബംഗാളിലൊക്കെ വേറൊരു കഥയുണ്ട്, ശിവൻ മോഹാലസ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ശിവൻ മോഹാലസ്യപ്പെട്ടപ്പോൾ ദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വിഷം താങ്ങാൻ പറ്റുന്ന രൂപം വേണ്ടേ, അപ്പോൾ എടുത്ത രൂപമാണ് താര എന്ന് പറയുന്നത്. ആ ദേവി ശിവനെ മുലയൂട്ടി എന്നാണ്. അപ്പോൾ ശിവൻ്റെ അമ്മയുടെ സ്ഥാനമാണ് സിദ്ധമാത. ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ, അത് സിദ്ധന്മാരുടെ അമ്മ എന്നല്ല, സിദ്ധൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയുമല്ലോ, സിത്തൻ പോക്ക് ശിവൻ പോക്ക്. ഒരു സിദ്ധൻ പോകുന്ന കണ്ടാൽ അത് ശിവൻ പോകുമെന്ന് വിചാരിക്കണം എന്നാണ്. അപ്പോൾ സിദ്ധന്മാരിൽ സിദ്ധൻ ശിവനാണ്. അപ്പോൾ സിദ്ധമാത എന്ന് പറഞ്ഞാൽ ശരിക്കും ശിവൻ്റെ അമ്മ എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കി. അതായത് ശിവനെ പോലും മുലയൂട്ടി വിഷമിറക്കി എന്നാണ്. ഇപ്പോഴും താരാപീഠത്തിൽ മുഖക്കാപ്പ് ദേവിയുടെ ഒരു മുഖമാണ്, പക്ഷേ അതിൻ്റെ പുറകിലുള്ള വിഗ്രഹം ശിവനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ദേവിയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എൻ്റെ ദർശനം എങ്ങനെയാണ്, ശിവനെ ഗർഭം ധരിച്ചിരിക്കുന്നതായിട്ടാണ് ആ ദർശനം കിട്ടിയത്. ദേവതാ ദർശനം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രപ്രകാരം വളരെ ഉയർന്നൊരു തലമാണ്.
അതെ, വളരെ ഉയർന്ന തല. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അപ്പോൾ ചോദിച്ചത്, എന്ത് ദർശനമായിരുന്നു എന്ന്. ശാസ്ത്രപ്രകാരം മന്ത്രം സിദ്ധിയാവുക എന്നതിന് പറയാം, മന്ത്രസിദ്ധി വരിക. അപ്പോൾ നമുക്കറിയാലോ വിവേകാനന്ദ സ്വാമികൾക്ക് അങ്ങനെ ദർശനമുണ്ടായിട്ടുണ്ട്. അതുപോലെ പല പല മഹാത്മാക്കൾക്കും. നാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം ഇങ്ങനെ പെരുവെള്ളം പൊന്തി വരുന്ന പോലെ പ്രകാശം പൊന്തി വരുന്നത് വളരെ സത്യമാണ്. സത്യം തോന്നുന്നു. കാരണം എനിക്ക് ശരിക്കും ആ വാചകം കിട്ടുന്നില്ലെങ്കിലും കുമാരനാശാൻ എന്തോ നിർമ്മല പ്രകാശ ധോരണി എന്നൊക്കെ പറയുന്ന തരത്തിലൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഉണ്ട്. നാരായണ ഗുരുസ്വാമി അനുഭവസിദ്ധനാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അത് നമുക്കൊരു ഭാവനയിൽ എഴുതാൻ പറ്റില്ല. ഈ ഒരു മോമെൻറ്റ് ദേവതയെ ദർശിക്കുമ്പോൾ, കാരണം നാരായണ ഗുരുസ്വാമി സുബ്രഹ്മണ്യ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ബാഹുലയാഷ്ടമൊക്കെ വായിച്ചാൽ അറിയാലോ അത് എത്രത്തോളം. അത് എഴുതിയിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ ആഭിചാരാദി ദോഷങ്ങൾ, ക്ഷുദ്രദോഷങ്ങൾ, അതുപോലെ ഭ്രാന്ത് മാറ്റാനുള്ള ഉത്തമമായ സ്തോത്രമാണ് ബാഹുലയാഷ്ടകം. അതിൽ പല പല ബീജാക്ഷരങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് അദ്ദേഹം. നം നിം 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 നം നം നം, അങ്ങനെയാണ് ആ സ്തോത്രം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് വന്നു എന്ന് വെച്ചാൽ ദേവതാ ദർശനം കൊണ്ട് ഒരുപാട് പേർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് കിട്ടും നമുക്ക്. നമ്മൾ അതുവരെ അല്ലാത്തതൊക്കെ പലതും നമുക്കിപ്പോൾ പാണിനിയെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. പാണിനി വലിയ വിദ്വാനൊന്നും ആയിരുന്നില്ലെന്നും എന്തെങ്കിലും പഠിക്കണം എന്ന് ഓർത്തിട്ട് ശിവനെ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അങ്ങനെ കൈലാസത്തിൽ പിന്നെ ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സനകാദികളെ പഠിപ്പിക്കുന്ന ദക്ഷിണാമൂർത്തി ശിഷ്യന്മാരുടെ ഏറ്റവും പുറകിൽ പോയിരുന്നു പാണിനി എന്നാണ്. സന്ധ്യാസമയത്ത് ഒന്നും മനസ്സിലാവുന്നില്ല ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സന്ധ്യാസമയത്ത് ശിവൻ ഉണർന്ന് എണീറ്റിട്ട് ഈ ഡമരു വായിക്കാൻ തുടങ്ങി, ഉടുക്ക് കൊട്ടി തുടങ്ങി. ആ ഉടുക്കിൽ നിന്നാണ് മാഹേശ്വര സൂത്രങ്ങൾ സംസ്കൃതത്തിൻ്റെ അടിസ്ഥാന ശബ്ദങ്ങൾ ഉണ്ടായെന്നാണ്. അപ്പോൾ ഒരു ദേവതയുടെ ദർശനം കൊണ്ട് നമ്മൾ 0 to ഹീറോ ആവാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പറയാം, എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ 5600 പുസ്തകങ്ങളുണ്ട്. ഇതിൽ പലതും ഞാൻ കുത്തിയിരുന്ന് വായിച്ചതല്ല. ആ പുസ്തകത്തിൻ്റെ ആ സ്പർശം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും വളരെ ഡിറ്റോ വാക്കുകൾ പോലും നമ്മുടെ മെമ്മറിയിൽ വരും. അത് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിന് ശാസ്ത്രമുണ്ട്. എസൻസ് ഗ്ലോബൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. അവർ പറയും നിങ്ങൾ ശാസ്ത്ര സത്യമല്ലാത്ത കാര്യങ്ങളെ വിളിച്ച് പറയുമെന്ന് പറയും. പക്ഷേ നമുക്ക് തെളിയിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. എൻ്റെ ബുദ്ധി വൈഭവത്തിന് അപ്പുറമാണ് എന്നിൽ വരുന്ന ചിന്തകൾ. അത് ഞാൻ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല, ഈശ്വരീയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബലഭദ്രയാണ് അമൃതാനന്ദമയി. തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ പൂർണ്ണമായിട്ടും അതെ. അത് ഞാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വലിയ മഹാപുരുഷനായ പ്രഭാകര സിദ്ധയോഗിയാണത് പറഞ്ഞു. ഗോപിനാഥ് സാർ ഇപ്പോഴും ജീവിച്ചിരിക്കണം, ആർക്കും ചോദിക്കാം. ഗോപിനാഥ് സാർ ഇപ്പോഴും വള്ളിക്കാവ് അമൃതമില്ല താമസിക്കുന്നത്. അതുകൊണ്ടുകൂടി ആയിരിക്കണം മോഹൻലാൽ. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഗുരുവിൻ്റെ മുമ്പിലിരിക്കുന്ന മുദ്രയുമായിട്ടിരിക്കുന്ന ദൃശ്യം ഉണ്ടായിരുന്നല്ലോ. അല്ല, മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത അതാണ്, അദ്ദേഹം ഒരു കുട്ടിയാണ്. മമ്മൂട്ടിയല്ല ശരിക്കുള്ള കുട്ടി, മോഹൻലാലിൻ്റെ കുട്ടി. മുഹമ്മദ് കുട്ടിയല്ല കുട്ടി, മോഹൻലാലാണ് കുട്ടി. കാരണം മോഹൻലാലിൻ്റെ കുട്ടിയാണ്. മോഹൻലാലിൻ്റെ ആകർഷണവും മോഹൻലാലിൻ്റെ ആത്മീയതയൊക്കെ ആ കുട്ടിത്വത്തിലാണ്. അമ്മയുടെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ. ആ ഒരു റിസെപ്റ്റിവിറ്റിയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു താരമാക്കി മാറ്റിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.